അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഹാഫിദ് ഓതിയ ആയത്ത് ശ്രദ്ധിച്ചില്ലേ? സൂറത്തുൻ നഹലിലെ 90-ാമത്തെ ആയത്ത്. എല്ലാ ഖുതുബയുടെ അവസാനവും എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ദുകും ലഅല്ലകും തദക്കറൂൻ. എല്ലാ വെള്ളിയാഴ്ചയിലും ഖുതുബക്ക് അവസാനം നമ്മൾ ഓതുന്ന ആയത്ത്. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്മഉ ആയത്തിൻ ഫിൽ ഖുർആനി ആയത്തുൻ ഫിൻ നഹൽ. ഖുർആനിലെ ഏറ്റവും സമഗ്രവും സമ്പൂർണവുമായ ആയത്താണ് നഹലിലെ ഈ ആയത്ത് എന്ന്. ഈ ആയത്തിൽ 3 കാര്യം കൽപ്പിക്കുകയാണ്, 3 കാര്യത്തെ തടയുകയാണ്. 5-ാം ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ് ഖുതുബയുടെ അവസാനം ഈ ആയത്ത് ഓതണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്താണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്? ഇന്നല്ലാഹ യഅ്മുറു, തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നു, ബിൽ അദിൽ, നീതി കാണിക്കണം, നീതി പാലിക്കണം എന്ന്, വൽ ഇഹ്സാൻ, ഇബാദത്തുകൾ നന്നാക്കണം, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനമായിട്ട് ചെയ്യണം, വഇതാഇ ദിൽ ഖുർബ, കുടുംബക്കാർക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ കൊടുക്കണം, സാമ്പത്തിക സഹായം കുടുംബക്കാർക്ക് നിങ്ങൾ നൽകണം. 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് നീതി കൊണ്ടുള്ള കൽപ്പന, രണ്ടാമത്തത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇബാദത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നന്നാക്കി ചെയ്യണം. മൂന്നാമത് പറയുന്നത് കുടുംബക്കാർക്ക് നിങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണം. വയൻഹാ, അല്ലാഹു തആല തടയുന്നു, അനിൽ ഫഹ്ശാ, തിന്മ, വ്യഭിചാരം ഉൾപ്പെടെയുള്ള തിന്മയെ തൊട്ട്, വൽ മുങ്കർ, ശറഅ് തടഞ്ഞ എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ തടയുകയാണ്, വൽ ബഗി, ജനങ്ങളോട് അക്രമം കാണിക്കരുത്. അപ്പൊ 3 കാര്യങ്ങൾ കൽപ്പിക്കുകയാണ്, 3 കാര്യങ്ങൾ തടയുകയാണ്. ഒന്നാമതായി കൽപ്പിക്കുന്നത് തന്നെ നീതി കൊണ്ടാണ്. എല്ലായിടത്തിലും കുടുംബങ്ങളിൽ നീതി വേണം, മക്കൾക്കിടയിൽ നീതി പാലിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു വിഷയത്തിൽ ഇടപെടുമ്പോ കക്ഷികൾക്കിടയിൽ നീതി പാലിക്കണം. വൈദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ നീതിപൂർവം വിധി പറയണം എന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, നീതി നഷ്ടപ്പെടുന്നൊരു കാലം, ജഡ്ജിമാര് കക്ഷി ചേരുന്ന കാലം, അവർ കൈക്കൂലി വാങ്ങുന്ന കാലം, അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കെട്ട സമയം. അന്ന് സദ്ദാം ഹുസൈന്റെ വിധി നടക്കുമ്പോ സദ്ദാം ഹുസൈൻ പറഞ്ഞു, ഇവിടുത്തെ തീരുമാനങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല, ഇത് കങ്കാരു കോർട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, കങ്കാരു കോടതി എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു നീതി കൊണ്ടാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ പടച്ചട്ട കാണാതെയായി. ഒരുപാട് അന്വേഷിച്ചു, അത് കിട്ടിയില്ല. അവസാനം അതൊരു യഹൂദിയുടെ കയ്യിലുണ്ട് എന്ന് വിവരം കിട്ടി. മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കാളിയാണ്, കാളി ഷുറൈഹ്. സ്വഹാബികൾക്കെല്ലാം വിധി നടത്തി കൊടുത്തിരുന്ന, പ്രമുഖരായ സ്വഹാബികൾക്ക് വിധി നടത്തിരുന്ന, എന്നാൽ സ്വഹാബി അല്ലാത്ത താബിഈ പ്രമുഖരായിരുന്നു കാളി ഷുറൈഹ്. ജഡ്ജ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി സ്വഹാബത്ത് സമീപിക്കൽ കാളി ഷുറൈഹിനെയാണ്. ഈ കാളി ഷുറൈഹിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു കാളി ഷുറൈഹിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്റെ പടച്ചട്ട ഇന്ന യഹൂദിയുടെ കയ്യിലുള്ളത്. അപ്പൊ യഹൂദീനെയും വിളിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനോട് സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു സാക്ഷിയായിട്ട് കൊണ്ടുവന്നത്
മക്കളും അടിമനിയാണ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ. അപ്പോ ഖാദി ഷുറൈഹ് അലിയാർ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, മക്കൾ സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കൂല. അങ്ങനെയാണ് നിയമം. മക്കൾ വാപ്പാക്ക് സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കൂലല്ലോ, സ്വീകരിക്കൂല. മക്കൾ സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കൂല. അലി റളിയല്ലാഹു അൻഹു ഈ പടച്ചട്ട എന്റേതാണ് എന്ന് മക്കൾക്കറിയാം, പക്ഷേ മക്കൾ പറഞ്ഞാൽ സ്വീകരിക്കൂല എന്ന് ഖാദി ഷുറൈഹ് അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ആ സമയത്ത് യഹൂദി നേരെ മുന്നോട്ട് വന്നിട്ട് പറയാണ്, ഇത് പടച്ചട്ട അമീറുൽ മുഅ്മിനീൻ അലി തങ്ങളുടെ തന്നെയാണ്. അൽ ഇസ്ലാമു ദീനുൽ അദ്ൽ, ഇസ്ലാം നീതിയുടെ ദീനാണ്. അമീറുൽ മുഅ്മിനീനെതിരെയാണ് ഖാദി ഇവിടെ വിധിക്കുന്നത്. ഇത് നീതിയുടെ ദീനായതുകൊണ്ട് ഇത് നടക്കുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ആ യഹൂദി ഇസ്ലാമിലേക്ക് വന്ന സംഭവം ചരിത്രത്തിൽ കാണാം. നോക്ക് നിങ്ങൾ, എത്ര നീതിപരമായിട്ടാണ് വിധികൾ നടക്കുന്നത്. ഭരിക്കുന്ന ഭരണാധികാരിയാണ് അലി റളിയല്ലാഹു അൻഹു. അവിടുത്തെ താബിഈ പ്രമുഖരിൽ ഒരാളാണ് ഖാദി ഷുറൈഹ്. പക്ഷെ ഖാദി ഷുറൈഹ് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, മക്കൾ പറഞ്ഞാൽ സാക്ഷി അസ്വീകാര്യമാണ് എന്നുള്ള ആ ഒരു നടപടിയിലേക്ക് എത്തിച്ചേരുകയാണ്. അത് കണ്ടിട്ടാണ് യഹൂദി ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ അള്ളാഹു നിങ്ങളോട് നീതി കൊണ്ട് കൽപ്പിക്കുന്നു, വൽ ഇഹ്സാൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ലൈസൽ ഇഹ്സാനു അൻ തുഹ്സിന മൻ അഹ്സന ഇലൈക്, നീ നിനക്ക് നന്മ ചെയ്തവരോട് നന്മ ചെയ്യലല്ല ഇഹ്സാന്, മറിച്ച് നിന്നോട് മോശമായി പെരുമാറിയ ആളുകളോട് നല്ല നിലക്ക് പെരുമാറുക. നിന്നോട് അവിവേകം കാണിച്ചവർ, നിന്നോട് മോശമായി പെരുമാറിയവർ, അവരോട് മാന്യമായിട്ട് പെരുമാറിയിട്ട് അവരും കൂടി നിന്റെ ആളാക്കി എടുക്കലാണ് ശരിയായ ഇഹ്സാൻ എന്ന് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ പറഞ്ഞത് ഇതിൽ ഖുർബ, കുടുംബക്കാർക്ക് കൊടുക്കണം. 2 കൂലിയാണ് കുടുംബക്കാർക്ക് കൊടുക്കുമ്പോ. 1 കൊടുത്ത കൂലി, 2 കുടുംബ ബന്ധം ചേർത്ത കൂലി. 2 കൂലിയാണ് അതിലൂടെ കിട്ടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. പലരും ചെയ്യുന്നത് കുടുംബക്കാര് ബന്ധുക്കൾ ഓൽക്കൊന്നും കൊടുക്കൂല, പിന്നെ കൊടുക്കൽ മുഴുവൻ നാട്ടുകാർക്ക്, യത്തീംഖാനക്ക്, അതേപോലെ പള്ളിക്ക് ഒക്കെ. അതൊക്കെ പുണ്യാണ്. അതിനേക്കാൾ വലിയ പുണ്യവും ബാധ്യതയുള്ളതുമാണ് കുടുംബക്കാർക്ക് കൊടുക്കല് എന്നാണ് ഈ ആയത്തിലൂടെയും മറ്റു പല ഹദീസിലൂടെയും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അവന്റെ ദീന് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.